ഹലോ, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖല്ലേ? ഞാനും സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഇന്ന് ചായയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വന്നിട്ടുള്ളത്. രാവിലെ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ പരിപാടികളൊന്നും വീഡിയോ എടുത്തിട്ടില്ല. രാവിലെ പുട്ടും പഴവും പപ്പടുമായിരുന്നു ഇന്ന്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിച്ചു. പിന്നെ കുറച്ച് ബാക്കിയുണ്ട്, 2 കഷ്ണം പുട്ട് ബാക്കിയുണ്ട്. പഴം പിന്നെ സ്ഥിരമുള്ളൊരു സാധനമല്ലേ, അപ്പോൾ അതിന്ന് നമുക്ക് പഴം കഴിച്ചിട്ട് അധികമൊന്നും പഴമായിരിക്കും അധികമൊന്നും വേണ്ട, ഏറിയ 1-2 ഒക്കെ തന്നെ വേണ്ടുള്ളൂ. എന്നും പഴമുള്ള വീടാവുമ്പോൾ എന്താണ്, പഴത്തിനൊന്നും ഒരു ഡിമാൻഡില്ല. പഴം ഇഷ്ടം പോലെ ഉണ്ടാവുകൊണ്ട് ആർക്കും 1-2 ഒക്കെ മതി, കുറേ ഒന്നും ആരും കഴിക്കില്ല. പിന്നെ വിശക്കണം അങ്ങനത്തെ സമയത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അപ്പോഴൊക്കെ ആണെങ്കിൽ 2-3 ഒക്കെ ഒന്നും കൂടെ ഒക്കെ കഴിച്ചു കൂടുതൽ കഴിക്കുമെന്ന് വിചാരിക്കുക. അത്രയൊക്കെ തന്നെയുള്ളൂ. അതായിരുന്നു ഇന്നത്തെ ചായയുടെ പലഹാരം. അപ്പോൾ കഷ്ണമൊക്കെ മുറിച്ച് കഴുകി കൊടുത്തിട്ടുണ്ട്, കുക്കറിലാക്കിയിട്ടുണ്ട്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് അടിച്ച് വേവിക്കാൻ വയ്ക്കട്ടെ കേട്ടോ. ഇനി അതിലേക്കുള്ള നാളികേരം കൂടെ ചിരവി കൊടുന്ന് വെച്ചിട്ട് അരച്ചും വയ്ക്കട്ടെ. എന്നിട്ട് കുറച്ച് വിശേഷങ്ങൾ നിങ്ങളോട് പറയാം. അപ്പോൾ അരച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് 2 വിസിൽ വന്നാൽ ഓഫാക്കിയിട്ട് നമുക്ക് പുളി ചേർക്കുക, അരപ്പും ചേർക്കുക, ഒരു വറവ് ഇട്ട് കൊടുക്കുക. അത്രേ പണിയുള്ളൂ. അതിപ്പോൾ വിസിൽ വരുന്ന സമയം കൊണ്ട് ഇത് എല്ലാം കഴിഞ്ഞില്ലേ, ഇനി അത്രയല്ലേ പണിയുള്ളൂ. അപ്പോൾ അതവിടെ അരപ്പ് അവിടെ ഇരിക്കട്ടെ. പിന്നെ ഉപ്പേരി കായ വൻപയറും കൊണ്ടൊരു ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കണത്. വൻപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്, കായ മുറിക്കും വേണം. അത് കായ 2-3 വേണ്ടുള്ളൂ, അതപ്പം മുറിക്കാം. വൻപയർ വെന്തിരിക്കുകയാണ്, അപ്പോൾ അതിലേക്ക് ഈ കായ കൂടെ ചേർത്തിട്ട് ചെറുതായി ഒന്ന് വേവിക്കുക, പിന്നെ ഒന്ന് വറവിടുക. അത്രേ പണിയുള്ളൂ. അപ്പോൾ അതൊക്കെ ഇതാ പറയുമ്പോഴേക്ക് കഴിയും. വീട്ടമ്മമാർക്കൊക്കെ എന്തായാലും രാവിലെ എണീക്കുക, കുളിക്കണവരാണെങ്കിൽ കുളിക്കുക, പിന്നെ അങ്ങനത്തെ പ്രാർത്ഥിക്കുകയോ വിളക്ക് വയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ ചെയ്യുക. നേരെ വരുന്നു, അടുക്കളയിൽ കയറണു, ദിവസത്തെ ഡ്യൂട്ടിയിലേക്ക് കയറണു, ചായ വയ്ക്കണു, പിന്നെ പലഹാരം ഉണ്ടാക്കണു, ചോറ് വയ്ക്കണു, പോവാനുള്ളവരെ പറഞ്ഞയക്കണു, അവർക്ക് ഫുഡ് കൊണ്ടുപോകേണ്ടവരാണെങ്കിൽ പാത്രത്തിലാക്കി കൊടുക്കണു. രാവിലത്തെ ഒരു ജഗപോക തിരക്ക് തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഇല്ലേ. അവർക്ക് വേറൊരു ലോകമില്ല. അവർ രാവിലെ കഴിഞ്ഞിട്ട് അയ്യോ ഇതിപ്പോൾ അതാവില്ലേ, ഇത് അപ്പയ്ക്കാവില്ലേ, കൊടുക്കാനാവില്ലേ, അപ്പയ്ക്ക് ചോദിച്ച് വരും, ആരെങ്കിലും ഫുഡ് ചോദിച്ച് വന്നാൽ അപ്പയ്ക്ക് ഇത് വേവിച്ച് അല്ലെങ്കിൽ ഇതൊക്കെ തയ്യാറാക്കിയിട്ട് വിളമ്പി കൊടുക്കാനാവില്ലേ, അങ്ങനെയൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെ തന്നെ. കുട്ടികളൊക്കെ പോകാനുള്ളവരാണെങ്കിൽ 8 മണിക്ക് പോകണം, 7:30 പോകണം എന്നൊക്കെ പറയുന്നവരൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ആ ടൈം ആകുമ്പോഴേക്ക് ഇതൊക്കെ ഉണ്ടാക്കി അവർ ചോറൊക്കെ കൊണ്ടുപോകണവരാണെങ്കിൽ ഒക്കെ പാത്രത്തിലേക്ക് ഒരു കൈ കൊടുക്കണ്ടേ. അപ്പോൾ വീട്ടമ്മമാർക്ക് രാവിലെ ആയ ഒരു ഒഴിവുമില്ല, എപ്പോഴും തിരക്ക് പിടിച്ചൊരു രാവിലെ തന്നെയാണ് എല്ലാ വീട്ടമ്മമാർക്കും രാവിലെ ആയി കഴിഞ്ഞാൽ. എന്നാലോ എല്ലാവരും ചോദിക്കുകയും ചെയ്യും, എന്താണ് ജോലി, എന്താ ഇപ്പോൾ വീട്ടിൽ അടുക്കളപ്പണി ഇത്ര വലിയൊരു പണിയാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരും ഉണ്ടാവും അല്ലേ. പണിയല്ല, അടുക്കളപ്പണി വലിയൊരു പണിയല്ല, കാരണം ഇവിടുത്തെ ശീലിച്ച പണികളല്ലേ. എന്നാലോ അവർക്കൊരു ഒഴിവും റെസ്റ്റ് ഉണ്ടോ? അതും ഇല്ല. ജോലിക്ക് പോണവരും കൂടി ആണെങ്കിലോ അവർക്ക് അത്രയും ഒഴിവില്ല. മറ്റേ അല്ലാത്തവർക്കൊരു ഉച്ചയ്ക്കെങ്കിലും ചിലപ്പോൾ ചിലവർക്കൊക്കെ ഒരു കുറച്ച് ടൈമെങ്കിലും പിന്നെ ഊണ് കഴിഞ്ഞതിന് ശേഷം ഒരു ലേശം ടൈം കിട്ടുന്നുണ്ടാവും. ഇപ്പം പിന്നെ ഫോൺ ഉണ്ടാവുകൊണ്ട് എന്താണ് എല്ലാവർക്കും അപ്പം അതൊന്ന് നോക്കാനും കുറച്ച് നേരം അതൊക്കെ ഒന്ന് കാണാനും അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ അങ്ങനെ. അപ്പോൾ ഉച്ച സമയത്താണ് അവർ അതിനൊക്കെ വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യണത്. അപ്പോഴും റെസ്റ്റ് ഇല്ല, അപ്പോഴും നമ്മൾ തല വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നല്ലേ. അപ്പോൾ നമ്മൾ ഫുൾ ടൈം വീട്ടമ്മമാരെ പറഞ്ഞിട്ട് എന്താണ്, വീട്ടിലിരിക്കല്ലേ, പിന്നെ എന്താ സുഖം, വേണ്ടപ്പോൾ ഇരിക്കുക, വേണ്ടപ്പോൾ കിടക്കുക, വേണ്ടപ്പോൾ ജോലി ചെയ്താൽ മതി അങ്ങനെയൊക്കെ പറയും. പക്ഷേ അവർക്കാണ് ഒരു റെസ്റ്റും ഇല്ലാത്തത്. അല്ല, ഏത് ജോലിക്ക് കൊണ്ടിട്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ. ഇപ്പോൾ ഓഫീസിൽ പോണവർക്കാണെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. മറ്റേ എന്താണ് വേറെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും. എല്ലാ ആൾക്കാർക്കും ഏത് ജോലി ചെയ്യണോ അതിൻ്റെതായ റിസ്ക് ഉണ്ടാവും. അപ്പോൾ വീട്ടു ജോലി അത്രേ ഉള്ളൂ എന്ന് അങ്ങോട്ട് കണക്കാക്കുക, അത്ര റിസ്ക് തന്നെ ഉള്ളൂ എന്നുള്ളത്. പിന്നെ നമ്മൾ രാവിലെ ഓടിപ്പടഞ്ഞ് എവിടേക്കും
പോവണ്ട. മറ്റേപ്പോൾ വീട്ടമ്മമാരാണെങ്കിലും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവർക്ക് രാവിലെ എന്തെല്ലാം തിരക്കുകളാണല്ലേ. ഇതൊക്കെ ഇപ്പോൾ അവരും ചെയ്തിട്ട് വേണ്ട അവർ അടുത്ത ജോലിക്ക് അവർ പോണത്. നമുക്ക് എന്താണ് രാവിലത്തെ തിരക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാവകാശം ചെയ്തിട്ടാണ് ഉച്ചത്തെ സംഭവങ്ങളൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം അതിൻ്റെ ഇടയിലൊക്കെ കിട്ടും. അപ്പോൾ ഏത് ജോലി ചെയ്യുകയാണെങ്കിലും അതിൻ്റേതായ റിസ്ക്കും ബുദ്ധിമുട്ടുകളും ഏത് ജോലിക്കും ഉണ്ട്. വീട്ടു ജോലി വെച്ചിട്ട് ഒരു പിന്നെ ബുദ്ധിമുട്ടില്ലായ്മ ഉണ്ടോ വെച്ചാൽ അതുമില്ല. എല്ലാ ജോലിയും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എല്ലാ ജോലിക്കും ഉണ്ട്. അപ്പോൾ നമ്മുടെ കറി റെഡിയാക്കട്ടെ കേട്ടോ. കാരണം വിസിൽ വന്ന് ഓഫാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ തുറന്ന് നോക്കാം. കഷ്ണമൊക്കെ വെച്ചിട്ടുണ്ടാവും. പുളി ചേർത്ത് കൊടുക്കാം, ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. ഇനി പുളിയും കൂടെ ചേർത്തിട്ട് കറി ഒന്ന് തിളച്ച നാളികേരം ചേർത്ത് കൊടുക്കുക, വറവ് ചേർത്ത് കൊടുക്കുക, 2 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. അത്രയൊക്കെ തന്നെയുള്ളൂ. കടുകാണ് താളിക്കണത്. കടുകും കറിവേപ്പിലും ഉണക്കമുളകും താളിച്ചൊഴിക്കുക, അത്രേ ചെയ്യണുള്ളൂ. അപ്പോൾ ഇത് പുളിയും കൂടി ചേർക്കട്ടെ കേട്ടോ. അപ്പോൾ പുളിയൊക്കെ ചേർത്തു. അപ്പോൾ നമ്മൾ നാളികേരം ചേർത്ത് കഴിഞ്ഞു. ഇനി ഒന്ന് ചെറുതായി തള വന്നാൽ കടുകും കൂടെ തളിച്ചെടുക്കാം. അപ്പോൾ കൂട്ടാൻ റെഡി. പിന്നെ ഉപ്പേരിയല്ലേ, അത് ഉണ്ടാക്കാം. അവിടെ നിൽക്കട്ടെ. അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. ഗ്യാസ് ഓഫാക്കി കടുക് താളിക്കാം. കടുക് താളിക്കൽ കഴിഞ്ഞു. കറി റെഡി ആയിട്ടോ. അടച്ചു. എന്താ പുളിങ്കറിയൊക്കെ കാണിക്കാനുള്ളതല്ലേ? എന്ന് ഈ ഉണ്ടാക്കണ ആ കറി തന്നെയാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ പുളിങ്കറി കുറേ പ്രാവശ്യം കാണിച്ചതാണ്, അതുകൊണ്ട് ഇനി പുളിങ്കറി കാണിക്കുന്നില്ല. വീട്ടമ്മമാരൊക്കെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കണം കേട്ടോ. നമുക്ക് സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നാലും നമ്മൾ ചിരിച്ച മുഖത്തോട് കൂടി ഇരിക്കണം. ആരും കാണുമ്പോഴും ഇവരുടെ മുഖം എന്താ കടന്നൽ കുത്തിയ മാതിരി, അല്ലെങ്കിൽ ഇവരെന്താ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കണമെന്നൊന്നും ആരെക്കൊണ്ടും പറയിക്കാതെ നോക്കണം. കാരണം നമുക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നാലും നമ്മൾ സന്തോഷമുള്ള ഒരാളായിട്ട് തന്നെ ഇരിക്കണം. പിന്നെ ഏത് ടെൻഷൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഗതികേടുകൾ വന്നാലും അതിനൊരു മറുവഴി അല്ലെങ്കിൽ ഒരു മറുപുറം ഉണ്ടാവും. അങ്ങോട്ട് ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണെന്നാണ് നമുക്ക് തന്നെ കുറേ പ്രഷർ കുറയും, അല്ലെങ്കിൽ കുറേ ടെൻഷൻ കുറയും. കാരണം നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്, അയ്യോ ഞാൻ ഇതിനെന്താ ചെയ്യുക ഇതിനെന്താ ചെയ്യുക എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ കാര്യത്തിനും വേറൊരു മറുപുറം കൂടി ഉണ്ടാവും. ഏത് ദുഃഖം വന്നാലും ഏത് പ്രയാസം വന്നാലും ഏത് വിഷമം വന്നാലും അപ്പോൾ അതിനൊരു മറുപുറം കൂടി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുക. ടെൻഷൻ അടിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. പോസിറ്റീവായിട്ടിരിക്കാൻ നോക്കുക. നമ്മളെപ്പോഴും ടെൻഷൻ അടിച്ചിട്ടും സങ്കടപ്പെട്ടിട്ടും വിഷമിച്ചിട്ട് ഇരുന്ന് എന്താണ്, അല്ലെങ്കിൽ നമ്മളെ കണ്ടുകൊണ്ടിരിക്കണം നമ്മളെ മക്കളായാലും ഹസ്ബൻഡായാലും ആരായാലും അവർക്കും അതെ ഒരു എന്താണ് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ സന്തോഷമായിട്ടിരിക്കുമ്പോൾ അവരൊക്കെയും സന്തോഷവും സമാധാനവും സുഖമൊക്കെ അവർക്കും കിട്ടും. അങ്ങനെയൊക്കെ ആണ് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ. എനിക്ക് ടെൻഷൻ ഇല്ലാന്ന് ചോദിക്കും കേട്ടോ. എനിക്ക് ടെൻഷനുണ്ട്, പ്രയാസങ്ങളുണ്ട്, വിഷമങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. മനുഷ്യനല്ലേ, എല്ലാവർക്കും എല്ലാതും ഉണ്ടാവും. ആരും അത്ര എല്ലാം തികഞ്ഞ ആൾക്കാരൊന്നും അല്ലല്ലോ എല്ലാവരും. എല്ലാവർക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ഗതികേടുകളൊക്കെ എല്ലാവരും ഉള്ള ആൾക്കാർ തന്നെയാണ്. പിന്നെ ഉള്ളതിൽ സന്തോഷിക്കുക എന്നുള്ളൊരു കാര്യം നമ്മൾ ചെയ്യണം. നമുക്കതില്ലല്ലോ ഇതില്ലല്ലോ എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ എന്താണ് ഓരോന്നും ഇല്ലായ്മകളെ കുറിച്ച് ആലോചിച്ച് അങ്ങനെ വിഷമിക്കാൻ പോയാൽ അതിനെ സമയം ഉണ്ടാവുള്ളൂ. ഉള്ളപ്പോൾ വരും. നമ്മളതിനു വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് നല്ലത് വരും. അപ്പം ഞാൻ നെല്ലിക്കപ്പലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നെല്ലിക്കപ്പലിട്ട് വെച്ചിട്ട് തന്നെ അത് ആയോ നോക്കണ്ടേ. ഉണ്ടോ? കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നാളേക്കാവുള്ളൂ, ഒന്നും എടുക്കാനായിട്ടില്ല. നാളെ എടുക്കാം. ഒന്നുകൂടെ അടച്ചു വെക്കാം. ഒന്നുകൂടെ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാൻ. ഉപ്പ് എവിടെയെങ്കിലും
പിന്നെ അടിഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാൻ വിചാരിച്ചിട്ടെടുത്തതാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നാളെ എടുക്കാനാവും. അപ്പോൾ അത് അടച്ച് വെക്കട്ടെ കേട്ടോ. ഇത്രയൊക്കെ ഞാൻ ഉപ്പേരിക്കും കൂടെ നോക്കട്ടെ. അപ്പോൾ ഇനി ഉപ്പേരി വെച്ചിട്ട് കാണാം. അപ്പോൾ ഉപ്പേരിയൊക്കെ മുറിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട്, ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആവും, കാരണം കായല്ലേ പെട്ടെന്ന് വേവും. വൻപയർ വെന്തതുമല്ലേ, അപ്പോൾ ഒന്ന് 2 തള തിളയ്ക്കുമ്പോഴേക്ക് തന്നെ കായം. അല്ലാതെ ആക്കി കഴിഞ്ഞാൽ എന്താണെന്നറിയാം, കായൊക്കെ ഉടഞ്ഞ് കലങ്ങിയിട്ട് അത് ഉപ്പേരി ആവില്ല. പിന്നെ വേറെ എന്താ പറയുക, അതിനൊരു കറിക്ക് പുഴുക്ക് പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റേണ്ടി വരും കുഴഞ്ഞു പോയാൽ. ഉപ്പേരി ആവണമെങ്കിൽ പാകം വേവിന് കായ വെന്താലാണ് ഉപ്പേരിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ അച്ചാർ, നാരങ്ങ അച്ചാർ അതാണ് കിട്ടുന്നത്. ഉപ്പേരി ആവണേ ഉള്ളൂ. ഞാൻ ഇന്ന് എന്താ കായും വൻപയറും കായും ഉപ്പേരിയാണ്. എന്താ അതൊന്നും കാണിക്കാനുള്ള സംഭവങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ആവണല്ലേ ഉള്ളൂ. അതിന് ഇതിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. കാരണം ക്ലീനിങ് കഴിഞ്ഞു, പിന്നെ തിരുമ്പൽ കഴിഞ്ഞു, അതൊക്കെ അവിടെ കൊണ്ട് വിരിച്ചിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇലക്കിട്ടതുണ്ടായിരുന്നു, അതൊക്കെ മടക്കി വെച്ചു. അങ്ങനത്തെ പരിപാടികളൊക്കെ ഒന്ന് കുറച്ച് സ്പീഡിൽ കഴിഞ്ഞ ദിവസമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അടുക്കളയ്ക്ക് വന്നത്. ഇനി കുഞ്ഞു പാചക പരിപാടികൾ, ഇതിൻ്റെ മിനുക്ക് പണികളല്ലേ ഉള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ അടുക്കളയിൽ നിന്ന് ക്ലീൻ ആക്കിയിടുക, അത്രേ പണിയുള്ളൂ. ചെറുതായത് തുടയ്ക്കാനേ ഉള്ളൂ, വലിയ പരിപാടികളൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് ഇതൊന്ന് അടുക്കിപ്പറക്കി ചെറുതായി വെക്കാനേ ഉള്ളൂ, ഒന്ന് കൂടുതൽ അടുക്കിപ്പറക്കാനൊന്നുമില്ല. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് കഴിയും. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പം മിക്സി കഴുകി വെച്ചു, നാളികേര അരച്ച് കൊണ്ടുവന്ന, അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ആ ജോലികളൊക്കെ ചെയ്യണുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്നറിയാം, ഒരു വലിയൊരു ഇതെല്ലാം കൂടി കൂട്ടി വെച്ച് അങ്ങനെ ഒരു ഭാരമായിട്ടുള്ളൊരു പണിയില്ലേ. ഇപ്പോൾ രാവിലെ ചായ കഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ കഴിച്ച് കഴിഞ്ഞ പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വയ്ക്കും, അതവിടെ കൂട്ടി വയ്ക്കില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. എൻ്റെ ചാനൽ എല്ലാവരും കാണണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റും ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.